ദുര്യോധനൻ ജനിച്ചപ്പോൾ അവൻ വികസിച്ചിരുന്ന ജാറിൽ നിന്ന് പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ അശുഭ സൂചനകൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ പുറത്തുവന്നയുടൻ തന്നെ ഹസ്തിനാപുരത്തിന്റെ എല്ലാം ചുറ്റുമുള്ള മൃഗങ്ങൾ കരഞ്ഞും നിലവിളിച്ചും തുടങ്ങി. പ്രകൃതിയുടെ ക്രമത്തിൽ ഒരു ആഴത്തിലുള്ള അശാന്തി അനുഭവപ്പെട്ടതുപോലെ ശക്തമായ കാറ്റുകൾ രാജ്യത്തുകൂടി വീശി മരങ്ങളെ വേരോടെ പറിച്ചുമാറ്റി. വായുവിൽ ഒരു ഭീതിയുടെ അനുഭവം നിറച്ചു. സാധാരണയായി ദുരന്തത്തിന്റെ സൂചനകളായി കണക്കാക്കപ്പെടുന്ന നരികൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവരുടെ നിലവിളികൾ ഭയാനകമായ നിശബ്ദതയിൽ പ്രതിധ്വനിച്ചു. ആകാശം ഇരുണ്ടു. പകൽ സമയത്തും ഇടിമിന്നലുകൾ മുഴങ്ങി. സ്വർഗം തന്നെ അവന്റെ ജനനത്തെ എതിർക്കുന്നതുപോലെ. ഈ അശുഭ സൂചനകൾ കോടതിയിലെ ജ്ഞാനികളെ, പ്രത്യേകിച്ച് വിതുരനും ഭീഷ്മനെയും ആശങ്കയിലാക്കി. അവർ അവയെ ഭാവിയിലെ ദുരന്തങ്ങളുടെ സൂചനകളായി തിരിച്ചറിഞ്ഞു. രാജാവ് ധൃതരാഷ്ട്രനെ തന്റെ ആദ്യജാതനായ മകന്റെ വരവ് ഒരു അശുഭ സൂചനയാണെന്ന്, അത് രാജ്യത്തിന് ദുരന്തം വരുത്തുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും തന്റെ മകനെക്കുറിച്ചുള്ള സ്നേഹവും ശക്തമായ ഒരു അവകാശിയെക്കുറിച്ചുള്ള ആഗ്രഹവും കൊണ്ട് പ്രേരിതനായ ധൃതരാഷ്ട്രൻ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചു. പിന്നീട് രാജ്യത്തെ ചുറ്റിപ്പറ്റിയ മഹാകാവ്യ സംഘർഷങ്ങൾക്ക് വേദി ഒരുക്കി. If you like this video, like, comment and subscribe for future updates of the video.